സീറ്റ് ചോരിയാണോ വോട്ട് ചോരിക്ക് ശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ജനാധിപത്യം വളരെ അപകടകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മധ്യപ്രദേശിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടും, രണ്ട്, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അപജയത്തിൻ്റെ കഥയും. ഇത് രണ്ടും നമ്മൾ ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് മഹാരാഷ്ട്രയിൽ ശിവസേന വിഭാഗം വീണ്ടും പിളരാൻ പോകുന്നു എന്നുള്ള വിവരമാണ്. വീണ്ടും ഉദ്ധവിൻ്റെ ഭാഗത്തുള്ളവർ പിളർന്ന് BJP-യിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള വിവരം വരുന്നു. അപ്പോൾ BJP സമ്പൂർണ്ണ ആധിപത്യം നേടുകയാണ് തെരഞ്ഞെടുപ്പിലൂടെയും തെരഞ്ഞെടുപ്പാനന്തര രാഷ്ട്രീയ നീക്കങ്ങളിലൂടെയും എന്നുള്ളതാണ്. നോക്കൂ, എങ്ങനെയാണ് മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസിൻ്റെ നേതാവിന് ഒരു രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത്? വളരെ കൗതുകമുള്ള, എന്നാൽ ആഴത്തിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. BJP എന്ന ദേശീയ പാർട്ടി ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ എങ്ങനെയാണ് മീനാക്ഷി നടരാജന് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 3 വേക്കൻസി ഉണ്ടായിരുന്നു മധ്യപ്രദേശിൽ. അതിൽ ഒരെണ്ണം നിശ്ചയമായും കോൺഗ്രസിന് കിട്ടേണ്ടതായിരുന്നു, നിയമസഭാംഗങ്ങളുടെ എണ്ണം കണക്കിലെടുത്താൽ. പക്ഷെ നോക്കൂ, മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളാൻ വേണ്ടി അവസാന നിമിഷം വരെയും മധ്യപ്രദേശിലെ BJP ഘടകം പരിശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. ഒടുവിൽ അവർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 33A പ്രകാരം ക്രിമിനൽ കേസുകൾ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. കാര്യം, നിങ്ങൾ സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു 4 മണിക്കൂർ സമയം മാത്രമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് ഓർമ്മിക്കണം. നോക്കൂ, 4 മണിക്കൂർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതായത് മീനാക്ഷി നടരാജൻ സത്യവാങ്മൂലം കൊടുക്കുന്നു, സത്യവാങ്മൂലം കൊടുത്ത് ആ സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി എതിർ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നു. ആ കോപ്പി പരിശോധിക്കുന്ന സമയത്ത് ക്രിമിനൽ കേസ് പെൻഡിംഗ് ആണോ എന്ന് ചോദിക്കുന്നു. സെക്ഷൻ 33A റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് 2 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ലഭിക്കാവുന്ന ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ കുറ്റാരോപിതനാണെങ്കിൽ ആ വിവരം നിർബന്ധമായും സത്യവാങ്മൂലത്തിൽ കാണിക്കണം. അപ്പോൾ മീനാക്ഷി നടരാജൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ക്രിമിനൽ കേസുകൾ പെൻഡിംഗ് അല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഒരു കോൺഗ്രസ് നേതാവായ സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു ക്രിമിനൽ കേസ് വരാനുള്ള സാധ്യതയുണ്ട്. ഉടനെ പരിശോധിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് പരിശോധിക്കുന്നത്? മധ്യപ്രദേശിലല്ല, പരിശോധിക്കുന്നത് തെലങ്കാനയിലാണ്. കാരണം എന്താ? ഇവരവിടുത്തെ ACC ചാർജ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കേസുകൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് BJP ഇത് ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വെല്ലുവിളിച്ചത് എന്നുള്ളതാണ്. ആദ്യം എന്ത് ചെയ്തെന്നറിയോ? അവിടെയുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെയും കേസുകൾ എടുപ്പിച്ചു BJP നേതാക്കളെ കൊണ്ട്. തെലങ്കാനയാണ് ഓർമ്മിക്കണം, ഭരിക്കുന്നത് ആരാ? അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടുത്തെ പാർട്ടി നേതാക്കളെ കൊണ്ട് ആ സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ എടുത്തു. മീനാക്ഷി നടരാജൻ എന്ന പേരുണ്ടോ എന്ന് നോക്കി. ഒരൊറ്റ FIR-ലും മീനാക്ഷി നടരാജൻ്റെ പേരില്ല. അപ്പോൾ ആദ്യഘട്ടത്തിലെ പരിശ്രമം പാഴായി. 2 മണിക്കൂർ പോയി. ഇനി അവശേഷിക്കുന്നത് 2 മണിക്കൂർ മാത്രം. ആ 2 മണിക്കൂർ കൊണ്ട് അടുത്തത് എന്താ ചെയ്തതെന്നറിയാമോ? അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷൻ വഴി ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കോടതികളിൽ ഏതെങ്കിലും കേസ് നേരിട്ട് വന്നിട്ടുണ്ടോ FIR ഇടാതെ എന്നുള്ളതായി. അതെവിടെ നിന്ന് വിവരം കിട്ടും? കോടതിയോട് പോയി നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ആ തെലങ്കാനയിലുള്ള മുഴുവൻ BJP കേഡറായ അഭിഭാഷകരോടും രംഗത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. ഒരു രാജ്യസഭാ MP വേണ്ടിയാണെന്ന് ഓർമ്മിക്കണം. മുഴുവൻ അഡ്വക്കേറ്റുമാരോടും ആരാഞ്ഞു, നിങ്ങളുടെ പരിഗണനയിലുള്ള ഏതെങ്കിലും ഒരു കോടതിയിൽ മീനാക്ഷി നടരാജൻ എന്ന വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഒരു കേസ്, ഏതെങ്കിലും ഒരു നോട്ടീസ് അയക്കുന്ന സാഹചര്യം നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാമ്പള്ളി കോടതിയിൽ നിന്ന് ഒരു വിവരം കിട്ടി. മാമ്പള്ളി കോടതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ K. ശിവകുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെതിരെ അവിടെ ഒരു വനിത ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യപ്രതി ആരാണ്? ഈ ശിവകുമാർ റെഡ്ഡി. റെസ്പോണ്ടൻ്റ് ആണ് ബാക്കിയുള്ള 6 പേർ. 6 പേരിൽ ഒരാളാണ് മീനാക്ഷി നടരാജൻ. മീനാക്ഷി നടരാജൻ്റെ പേര് കേസെടുത്തിട്ടുണ്ടോ? കേസില്ല. പക്ഷേ നോട്ടീസ് അയച്ചിട്ടുണ്ട് കോടതി. നോട്ടീസ് അയച്ചു. അപ്പോൾ 2ാം ഘട്ടം പൂർത്തിയായി. നോട്ടീസ് അയച്ചു. അപ്പോൾ ഒരു നോട്ടീസ് അയക്കുന്ന ഒരു കേസ് അവിടെയുണ്ട് എന്ന് മനസ്സിലായി. നോക്കൂ, അതിൽ ആദ്യത്തെ പ്രതി അല്ല മീനാക്ഷി നടരാജൻ. 1ാമത്തെ പ്രതി ശിവകുമാർ റെഡ്ഡിയാണ്. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സത്യവാങ്മൂലം തടയാൻ പറ്റൂല. കാര്യം നോട്ടീസ് അയച്ചു എന്നുള്ളത് ഇവരറിയണമല്ലോ. മീനാക്ഷി നടരാജന് ഈ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ, നോട്ടീസിന് തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയണം. 3ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു. തിരിച്ച് ഇതിന് മറുപടി വന്നിട്ടുണ്ടോ? അവിടെയുള്ള ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഇടയിലുള്ള സംഘടന വഴി അന്വേഷണം ആരംഭിക്കുന്നു. 4ാമത്തെ മണിക്കൂറാകുമ്പോഴേക്കും വിവരം കിട്ടുന്നു. ശരിയാണ്, ഒരു കൗണ്ടറായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ട് മീനാക്ഷി നടരാജൻ. ഈ കേസുമായി തനിക്കൊരു ബന്ധമില്ലെന്നും താൻ ഈ സ്ത്രീയെ കണ്ടിട്ടില്ലെന്നും ഈ സ്ഥലത്തുണ്ടായിട്ടില്ലെന്നും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് മീനാക്ഷി നടരാജൻ. മതി, സ്ഥാനാർത്ഥിത്വം റദ്ദാവാൻ ഇത് മതി എന്ന മട്ടിലാണ് അവിടെ പ്രവർത്തിച്ചത്.
നോക്കൂ, ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ റദ്ദാക്കണം എന്നതിന് 4 മണിക്കൂർ കൊണ്ട് BJP നടത്തിയ നീക്കമാണ് മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ റദ്ദാക്കിയത്. ഒടുവിൽ FIR ഇട്ടിട്ടില്ലാത്ത, കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, നേരിട്ട് പ്രതികൂലമല്ലാത്ത ഒരു കേസിൽ മീനാക്ഷി നടരാജൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്തു. അതിന് കേൾക്കാനുള്ള സമയം കൊടുത്തില്ല റിട്ടേണിംഗ് ഓഫീസർ, തള്ളിക്കളഞ്ഞു നിഷ്കരണം. കാരണം ഈ ഡോക്യുമെൻ്റ് 2 എവിഡൻസും കൊടുത്തു. ഡോക്യുമെൻ്ററി എവിഡൻ്റായിട്ട് മീനാക്ഷി നടരാജൻ കൊടുത്ത മറുപടിയും നോട്ടീസും കൊടുത്തു പറഞ്ഞു, ദാ ഇതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. കേസില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുണ്ടോ? കേസില്ലാത്ത രാഷ്ട്രീയ നേതാക്കൾ, അതാണ് കേസില്ലാത്ത രാഷ്ട്രീയ. മാത്രമല്ല ഇത് FIR ഇട്ടിട്ടില്ല സ്മൃതി. FIR ഇടാതെ കോടതി ഒരു നോട്ടീസ് അയച്ചിരിക്കുന്ന കേസാണ്. അതിൽ ഒരു ബന്ധവുമില്ല. ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസ്. പ്രതിയല്ല, റെസ്പോണ്ടന്റ് ആണ് ഇവര്. ഇനി ഈ സമാനമായ സാഹചര്യമുള്ള ജാർഖണ്ഡിലെ ഒരു BJP സ്ഥാനാർത്ഥിയുണ്ട്. അയാൾ ആ കോളം 2 ഒഴിച്ചിട്ടിരിക്കുക. അവിടെ നോന്നുമില്ല, യെസ്ന്നുമില്ല. അവിടെ തള്ളിയില്ലെന്ന് മാത്രമല്ല, അവിടെ സ്വീകരിക്കുക കൂടി ചെയ്തു. ഇതാണ് BJPയുടെ രാഷ്ട്രീയം. അതിന് കൂട്ടുനിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ എന്തു പറയണം? അതാണ് ഞാൻ പറഞ്ഞത്. ആ ജനാധിപത്യം, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം അത്യന്തം അപകടകരമായൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരായിരുന്നു മമതാ ബാനർജി? ഒരു കാലത്ത് ടൈം മാഗസിൻ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനശേഷിയുള്ള 100 ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസിൽ ഒരാളാണ് മമതാ ബാനർജി. ഇന്ന് ഒരു സ്വാധീനശേഷിയുമില്ലാത്ത ഒരു നേതാവായി മമതാ ബാനർജി മാറ്റപ്പെടുകയാണോ? എങ്ങനെയാണ് മമതാ ബാനർജിയുടെ പരാജയം സംഭവിച്ചത്? നോക്കൂ, 15 വർഷക്കാലം പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നു 2011 മുതൽ. 1998 മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് പിണങ്ങി ഈ തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ച നാൾ മുതൽ മമതാ ബാനർജിയുടെ ബ്രാൻഡിന് അത്രമേൽ വലിയ വാല്യൂ ഉണ്ടായിരുന്നു. ആ ബ്രാൻഡ് വാല്യൂ ആയിരുന്നു ആ പാർട്ടിയുടെ വിജയം. ഇന്നിപ്പോൾ ആ ബ്രാൻഡ് വാല്യൂവിനെ പൊളിച്ചിരിക്കുന്നു BJP. തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പരാജയപ്പെടുത്തിയത് BJPയുടെ വിജയം. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടി BJP ഉപയോഗിച്ച രീതി, അവിടെയാണ് വോട്ട് ചോരി. ആ SIRന് നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥനെ സ്വന്തം അഡ്വൈസറായിട്ട് സുവേന്ദു അധികാരി എന്ന മുഖ്യമന്ത്രി സ്ഥാപിക്കുന്നു, മനോജ് അഗർവാൾ. അതിനുശേഷം ആ SIRന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെ ഒരു ഉപദേഷ്ടാവായിട്ട് വരുന്ന സാഹചര്യം, ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ SIRന് നേതൃത്വം നൽകി തങ്ങൾക്ക് വോട്ട് കിട്ടാത്ത ഇടങ്ങളിലെല്ലാം തന്നെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിനിരപ്പാക്കിയവരെ അധികാര സ്ഥാനത്തേക്ക് കൂടി എത്തിച്ചുകൊണ്ടാണ് BJP അവിടെ രാഷ്ട്രീയം കളിച്ചത്. അവിടെയും തീർന്നില്ല. ഒടുവിൽ അവർക്ക് എന്ത് വേണം? നോക്കൂ, വലിയ വ്യത്യാസമൊന്നുമില്ലെന്നേ. ഏകദേശം എനിക്കൊന്ന് 26 മില്യൺ വോട്ടാണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിനുള്ളത്. BJPക്ക് ഉള്ളത് ഒരു 3 മില്യൺ വോട്ട് കൂടുതൽ മാത്രമാണ് അവിടെ. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. 2,60,00,000 തൃണമൂൽ കോൺഗ്രസിന്, 3 കോടിക്കടുത്ത് BJPക്ക്. ഇതാണ് അവിടുത്തെ കണക്ക്. എന്നുവെച്ചാൽ 30 ലക്ഷം 35 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെ BJPയും തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ളൂ. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അമ്പാടെ പരാജയപ്പെട്ട് പോയിട്ടൊന്നുമില്ല. 80 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അവർ ലോക്സഭയിൽ നോക്കൂ, 28 MP-മാരുള്ള പാർട്ടിയാണ് ലോക്സഭയിൽ. രാജ്യസഭയിൽ 13 MP-മാരുള്ള പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടി അകമയിൽ നിന്ന് ദ്രവിപ്പിക്കുക എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതാണ് BJP ചെയ്തത്. അകമയിൽ നിന്ന് ദ്രവിപ്പിക്കുക. അതിന് കൂട്ടുപിടിച്ചത് ആരെയാ? ഋതുപ്രതാ ബാനർജി. നല്ല കക്ഷിയാ. ഋതുപ്രതാ ബാനർജിയെ എവിടെ നിന്ന് പുറത്താക്കിയതാ? ഋതുപ്രതാ ബാനർജിയെ എന്തിനാ പുറത്താക്കിയത്? CPM കയ്യിലൊരു ആപ്പിളിൻ്റെ വാച്ച് കിട്ടിയതിന് മാത്രമല്ല, ഒരു മോൺബ്ലാക്ക് പെൻ പോക്കറ്റിൽ കുത്തിയതിന് മാത്രമല്ല, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എന്നതിന് മാത്രമല്ല, കൃത്യമായി ഒരു വരുമാന സ്രോതസ്സും ഉറപ്പാക്കിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് നജ്മ ഹെപ്തുള്ളയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു വിഷയത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു. തൃണമൂൽ കോൺഗ്രസിലെത്തിയതിന് ശേഷവും അധികാരത്തിനും സ്വാധീനത്തിനും വഴങ്ങാത്തയാളല്ല ഋതുപ്രതാ ബാനർജി. ആ ഋതുപ്രതാ ബാനർജിയെ നിയമസഭയിൽ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ നടത്തിയ നീക്കം ഒടുവിൽ എന്ത് സംഭവിച്ചു? സ്വപ്നത്തിൽ നമ്മൾ കരുതിയില്ല. 80 പേരിൽ 59 പേര് ഇറങ്ങിപ്പോവാണ്. 80 MLA-മാരിൽ 59 പേരും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം ഋതുപ്രതാ ബാനർജിക്ക് ബാധകമല്ല. മമതാ ബാനർജിയുടെ ടീമിനെ അകമേ നിന്ന് ദ്രവിപ്പിക്കാൻ BJP നടത്തിയ നീക്കം ഫലം കണ്ടു. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ പ്രതിപക്ഷമില്ല. അതൊരു BJPയുടെ B ടീമായി ഋതുപ്രത മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് യൂസഫ് പത്താൻ, ശത്രുഘ്നൻ സിൻഹ, ഇവരൊക്കെ മമതാ ബാനർജിയുടെ അങ്ങേയറ്റം ലോയലായിരുന്ന MP-മാരാണ്. അവരടക്കമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. 28-ൽ 20 പേർ മാറി സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് ലോക്സഭയിൽ സീറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യസഭയിലേക്ക് എത്തിയാലോ 3 പേർ. അതിലൊരു നേതാവിൻ്റെ പേര് പറയാം, സുഖേന്ദു ശേഖർ റോയ്. സുഖേന്ദു ശേഖർ റോയ് രാജ്യസഭയിൽ 13 വർഷം പാർട്ടിയുടെ ചീഫ് വിപ്പായിരുന്നു. അതായത് ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഏറ്റവും ക്ലോസ് എയ്ഡ്, വിശ്വസ്തൻ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കല്യാൺ ബാനർജിയെ പോലെ.
അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഈ വലിയ തകർച്ചയ്ക്ക് പിന്നിൽ ഒന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാര്യം ആ പാർട്ടി രൂപീകരിച്ച നാൾ മുതൽ ഒരു ആശയ അടിത്തറയിലല്ല ആ പാർട്ടി പ്രവർത്തിച്ചത്. അതിന് സ്ലോഗൻ മുദ്രാവാക്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മുദ്രാവാക്യത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ ഭദ്രത ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആ പാർട്ടി പ്രവർത്തിച്ചത് രണ്ട് കേന്ദ്രങ്ങളിലാണ്. ഒന്ന് മമതാ ബാനർജിയുടെ ബ്രാൻഡ് വാല്യൂ, രണ്ടാമത്തത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സ്വാധീനം. ഇതാണ് അവിടെ മുഴുവൻ ആളുകളെയും പിടിച്ചു നിർത്തിയിരുന്നത്. ഇപ്പോൾ ഇത് രണ്ടും പോയി. മമതാ ബാനർജിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള 2021 തന്നെ മമതാ ബാനർജിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടിയതാണ്. അന്ന് സിംഗൂരിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് പരാജയപ്പെട്ടു പോയി സുവേന്ദു അധികാരിയോട്. പിന്നീട് ഭവാനിപൂരിൽ നിന്ന് വിജയിച്ചാണ് വരുന്നത് ബൈപ്പോളിൽ. ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മമതാ ബാനർജിയുടെ ബ്രാൻഡ് വാല്യൂ ഇടിയുന്നു. ഒരേ സമയം സർക്കാരിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് നന്നായി മുതലാക്കുന്ന BJP പ്രതിപക്ഷത്തെ തന്നെ ദുർബലപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടിയെ തന്നെ അകമേ നിന്ന് ദ്രവിപ്പിച്ച് ദുർബലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് നേരിട്ട് BJP കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളെങ്ങനെ BJP കുറ്റപ്പെടുത്തും? കാര്യം നേരിട്ട് നിങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അകമേ നിന്ന് ആ പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന പൊളിറ്റിക്സാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രാദേശിക പാർട്ടികളിലെല്ലാം കണ്ടുവരുന്ന ഒരു കുടുംബവാഴ്ചയുണ്ട്. ആ കുടുംബവാഴ്ചയോട് എതിർപ്പുള്ള ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് ആ പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി BJP ചെയ്യുന്നത്. അതെല്ലായിടത്തും BJP ചെയ്തിട്ടുണ്ട്. നോക്കൂ, ശിവസേന എങ്ങനെയാണ് ആദിത്യ താക്കറെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഉദ്ധവ് താക്കറെക്കെതിരായിട്ട് പടയൊരുക്കം മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ വീണ്ടും BJP ഉദ്ധവ് താക്കറെ പിളർത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തും 10ഓളം പ്രധാനപ്പെട്ട നേതാക്കൾ BJP പാളയത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് എവിടെ സംഭവിക്കുന്നത്? ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്, പശ്ചിമ ബംഗാളിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ആ BJP ക്യാമ്പിലേക്കുള്ള ഒഴുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് വല്ലാത്ത രീതിയിലുള്ളൊരു അപകടം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നു. ഒരു ജനാധിപത്യത്തിന് വലിയ ഭീഷണിയായിട്ട് മാറുന്നു. തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ല, തെരഞ്ഞെടുപ്പാനന്തര രാഷ്ട്രീയ നീക്കത്തിലൂടെയും BJP പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ആസൂത്രിതമായ നീക്കമായിരുന്നു മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജന്റെ കാര്യത്തിൽ കണ്ടത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ അകമേ നിന്ന് ദ്രവിപ്പിക്കുക എന്ന രാഷ്ട്രീയ പ്രക്രിയയിലൂടെ BJP കണ്ടത്. രണ്ടിടത്തും BJP വിജയം കൈവരിച്ചു. നാളെ അറിയാം സുപ്രീം കോടതിയിൽ എന്താണ് മീനാക്ഷി നടരാജന്റെ കേസിന്റെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം മമതാ ബാനർജി തകർന്നുകൊണ്ടേയിരിക്കുന്നു. BJP അവിടെ ഒരൊറ്റ ശബ്ദമായി മാറുന്നു. ഒരു പ്രതിപക്ഷ സ്വരവും ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇല്ല എന്നതാണ് വാസ്തവം. Meet the editors.